വാട്സപ്പ് യൂട്യൂബ്. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോണ പുതിയൊരു പോഡ്കാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. വീഡിയോ നന്നാവുമെന്നൊന്നും അറിയില്ല, പക്ഷേ ട്രൈ ചെയ്യാണ്. ഞങ്ങൾ മണാലി പോയ അനുഭവങ്ങളും അതേപോലെ അവിടെ ഉണ്ടായ വിശേഷങ്ങളും ഞങ്ങൾ നേരിട്ട പ്രശ്നങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇതിൽ വീഡിയോയിൽ പറയണത്, അല്ലേ ഇല്ലടാ? ഞങ്ങൾ എങ്ങനെ പോയി, അവിടെ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളൊരു സെറ്റാണ് പറയാൻ പോണത്. അതായത് ഫണ്ട് എത്രയായി, ഞങ്ങൾ എവിടെ സ്റ്റാർട്ട് ചെയ്ത്, നിങ്ങൾ മണാലി പോണ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അവിടുത്തെ പാക്കേജ് എങ്ങനെയാണ് പോയത്, എത്ര ഫണ്ടാവും, എങ്ങനെയൊക്കെ പോയി, ഞങ്ങൾ എത്ര ഫുഡ് എങ്ങനെ കഴിച്ച്, പിന്നെ അതേപോലെ ഫണ്ട് എങ്ങനെ, ഞങ്ങൾ ചുരുക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡൽഹിയിലാണ്. ഞങ്ങൾ ഡൽഹി സൗത്ത് ക്യാമ്പസിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് കസോൾ പോകാനാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഫണ്ടിന്റെ പ്രശ്നം കൊണ്ട് കസോൾ പോകാൻ പറ്റിയില്ല. ഡൽഹി പോയി അവിടെ നേരെ തിരിച്ചു വരാൻ ചെയ്ത്. കാശ്മീരി ഗേറ്റിന്റെ അവിടെ നിന്നാണ് ബസ് കയറുന്നത്. കാശ്മീരി ഗേറ്റിന്റെ അവിടെ നിന്ന് ബസ് കയറി. അത് വോൾവോ ആണ്. റെഡ് ബസ്സിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങള് ബസ് കയറുന്നത് കാശ്മീരി ഗേറ്റിന്റെ അവിടെ നിന്ന്. അവിടെ നിന്ന് കയറി, അതായത് അവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഗവൺമെന്റിന്റെയും സെയിം ആണല്ലേ? സെയിം എന്ന് പറഞ്ഞാൽ വലിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ? കോമ്പൗണ്ടില് നമ്മള് മെട്രോ കയറി ഗേറ്റ് നമ്പർ 8 ഉണ്ടായിരുന്നു. ആ ഒരു ഗേറ്റ് നമ്പറിൽ ഞങ്ങൾ നേരെ ഇറങ്ങിയത് ഡയറക്റ്റ് ആ ഗവൺമെന്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ്. അപ്പൊ അവിടെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ വേറെ സ്ഥലത്തും ഗവൺമെന്റ് ബസ് സ്റ്റാൻഡ് വേറെ സ്ഥലത്തും, രണ്ടും സെപ്പറേറ്റ് ആണെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ സെപ്പറേറ്റ് അല്ല, രണ്ടും ഒരേ സൈഡിലാണെന്നേ ഉള്ളൂ. ഉള്ളിലേക്ക് അണ്ടർഗ്രൗണ്ട് ഇറങ്ങി ചെന്ന് മെട്രോന്ന് നേരെ ഇറങ്ങി അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ആ ഒരു ഭാഗമാണ്. ഞങ്ങളാണ് നേരെ ബസ് കയറി പോകുമ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങള് പുതിയ വോൾവൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ വന്നത് കുറച്ച് പഴയതായിരുന്നു. പക്ഷെ പ്രശ്നമൊന്നുമില്ല, ആദ്യം 2-3 വണ്ടികൾ അടിപൊളി വന്ന് അടിപൊളി ബസ് കയറിയതപ്പോ ഞങ്ങൾ വിചാരിച്ച് ഇതാവും ഞങ്ങളെ ബസ്. ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു. ഞങ്ങളങ്ങനെ ബസ്സിൽ കയറിയിട്ട് ഞങ്ങള് കുറച്ച് സ്റ്റുഡൻസിനെ കമ്പനിയായി ഇങ്ങനെ നോക്കുമ്പോ ബസ്സിന്റെ ലാസ്റ്റ് സീറ്റിലാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഏറ്റവും ബാക്കിലാണ്. സംഭവം ഒന്നുമല്ല, അവിടെയാണ് പൈസ കുറഞ്ഞ ടിക്കറ്റ് കിട്ടുന്നത്. നമ്മള് ചെക്കന്മാരങ്ങനെയാണല്ലോ, മലയാളികൾ, പ്രത്യേകിച്ച് സ്റ്റുഡൻസ്. അങ്ങനെ ഞങ്ങള് ബാക്ക് സീറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങള് ചെറിയൊരു ബസ് കണ്ടപ്പോ തന്നെ ഒരു മൂഡ് പോയിരുന്നു. പക്ഷെ ബസ് കയറിയപ്പോ ആരുമില്ല, നമ്മള് മാത്രം. അങ്ങനെ ബാക്ക് സീറ്റിൽ നിന്ന് നമുക്ക് വേറെ ഫ്രണ്ടിനെ കിട്ടി. അവന് കണ്ട ഡിഗ്രി ഒക്കെ തോന്നും, പക്ഷെ 10ാം ക്ലാസ് ഞങ്ങൾ കിട്ടി. അതാ സംഭവം. ഇതേപോലെ ഓര് കുറെ ടൂർ നടത്തുന്നതാണ്. നല്ല ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്, സോളോ ട്രാവലറായിരുന്നു. ഞങ്ങള് യാത്രയൊക്കെ തുടങ്ങി. സംഭവം നൈസായിരുന്നു. എല്ലാരും വിളിച്ച് സെറ്റാക്കി ഞങ്ങള് പോവാണ് എന്നുള്ള മറ്റേ അനൻഷന്റെ സാധനമൊക്കെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ പോയിരുന്നു. അപ്പം പിന്നെ ചെറുതായിട്ടൊരു ആക്സിഡന്റ് സംഭവിച്ചു. അപ്പൊ ഞങ്ങളാകെ സീനായിന്ന് വിചാരിച്ച് ട്രിപ്പ് ക്യാൻസൽ ആവുന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് ഫ്രണ്ട് പോണ കാറ് ഒരു ട്രക്കിനെ ഏറ്റിടിച്ച് അത് തട്ടിയപ്പോ ബസ്സിന്റെ അടുത്തേക്ക് വന്നു. ബസ് വെട്ടിച്ച് നിർത്തിയോണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ബസ് മറിഞ്ഞ്. അപ്പൊ വലിയൊരു അപകടമായിരുന്നു. കാറ് കണ്ടു കഴിഞ്ഞാല് നല്ല പരിക്ക് പറ്റിയെന്ന് തോന്നുള്ളൂ. ടാറ്റ ആയതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്നിട്ട് ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ മണാലി എത്തിയിട്ട് മണാലി എത്തിയപാട് നമ്മള് ഇറങ്ങിയോട് കുറെ പാക്കേജുകാർ വന്നിട്ട് നമ്മള് എത്തുന്നത് അവിടെ ടാക്സി ഒക്കെ നിർത്തിയിരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എത്തുക. അപ്പൊ അവിടുന്ന് നമ്മള് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ എല്ലാരും വന്ന് ഇതാക്കും അല്ലേ? സംഭവം എന്താന്ന് വെച്ചാൽ അവിടെ ടാക്സി ഡ്രൈവേഴ്സ്മാര് ഈ ഹോട്ടലിനായിട്ട് ടൈപ്പ് ഉണ്ടാവും. ഓരോ അവിടെ നമ്മളെ കയറ്റിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ കൊണ്ടിറക്കാതെ അതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലത്ത്, ടാക്സി ഒക്കെ ഉള്ള സ്ഥലത്ത് ഇവരെ നമ്മൾ ഇറക്കി വിടും. അങ്ങനെ ആ ഒരു സ്ഥലത്ത് ഇറക്കി വിടുമ്പോ പിന്നെ ഇവർക്ക് വന്നിട്ട് നമുക്ക് അവിടുന്ന് പോകണം. കുറച്ച് ബസ്സുകാരും ടാക്സിമാരും ഓരോ കൂടി ഉള്ള ടൈപ്പ് ആണ്. ഓരോ ജീവിതം അങ്ങനെയാണ്. അപ്പൊ അതാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. സംഭവം അങ്ങനെയാണ്. ഞങ്ങളെ കൊണ്ടുപോയൊരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവിടുന്ന് ഇത്ര 2500 ഒക്കെ പറഞ്ഞല്ലേ? 2500 പ്ലസ് 2 ദിവസം. ഒരാൾക്ക് 2500ഉം 2 ദിവസവും സ്റ്റേയും ഫുഡ്. അതായത് ഉച്ചക്കത്തെ ഇല്ല, രാവിലത്തെ രാത്രി വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു. പക്ഷെ അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. സംഭവം നമുക്കൊരു ഫ്രീ ആയിട്ട് നമ്മള് ആസ്വദിക്കാൻ പറ്റില്ല. നമുക്ക് വേറെ ഒരാളൊപ്പം വന്നിട്ട് അത്ര സമയമുള്ളൂ, ഇത്ര ഇനി അവിടെ പോകണം, വലിയൊരു സുഖമുള്ള പരിപാടിയല്ല. ഇവനെങ്ങനെ നമുക്കെങ്ങനെ
എനിക്ക് പിന്നെ എല്ലാവരുമായിട്ട് ജോലിയായിട്ട് പോകണമെന്നാണ്. ആ അപ്പൊ പിന്നെ ഞങ്ങള് ചെറിയൊരു വ്യത്യാസം ഉണ്ട്. പക്ഷെ ഞങ്ങള് പോയപ്പോ നൈസ് ആയിരുന്നു. എനിക്കിങ്ങനെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ അവിടെ കുറെ നേരം ഇരിക്കണം, പിന്നെ എപ്പോഴെങ്കിലൊക്കെ പോയാൽ മതി, അങ്ങനത്തെ ഒരു ഇതാണ്. ഫ്രണ്ട്സിനെ കിട്ടിയെന്നറിയില്ല ഞങ്ങള് ബസ്സിൽ നിന്ന്. അപ്പൊ ഓരോപ്പം പോയി റൂമൊക്കെ എടുത്ത് സെറ്റ്. ഞങ്ങള് മാൾ റോഡിലെ റൂം എടുത്ത് കറക്റ്റ് നമ്മളെ ബിയാസ് റിവർ എന്ന് പറഞ്ഞ റിവർ, വ്യൂ പോയിന്റ് ബിയാസ് റിവർ. പിന്നെ നമ്മളെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് അവിടുന്ന്, മാൾ റോഡിന്റെ അവിടുന്ന് ഇറങ്ങി ലെഫ്റ്റിലേക്ക് പോയ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. ഈ ജംഗ്ഷന്റെ അവിടുന്ന് പോയാലാണ് നമുക്ക് മറ്റേ നമ്മളെ അട്ടൽ ടണല് ഭാഗത്തേക്കൊക്കെ ഉള്ളത് സംഭവം. മാളിനോട് ഒരു കറക്റ്റ് സെന്റർ എന്ന് പറയല്ലേ, ഒരു സെന്റർ ആയിട്ട് അവിടുന്ന് നമുക്ക് അവിടുന്ന് എല്ലാ സ്ഥലത്തേക്കും പോകാൻ സംഭവം സിമ്പിൾ ആണ്. ഞങ്ങള് റൂമിന്റെ റെന്റുകൾ നോക്കിയപ്പോ ഞങ്ങൾ ഓൺലൈനിൽ കുറെ പ്ലാറ്റ്ഫോം ആണ്, booking.com, ഓൺലൈൻ ബുക്കിംഗ്, അങ്ങനെ കുറെ അതിൽ നോക്കിയാലും 350 റുപ്യക്ക് 2 ദിവസത്തിന് ഉണ്ടാക്ക്, ഒരു ദിവസത്തിന്. പക്ഷെ ഞങ്ങളത് ട്രൈ ചെയ്യാൻ നിന്നില്ല. സംഭവം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് എവിടെ പോയി എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് ഫസ്റ്റ് സെറ്റ് ചെയ്ത് പെട്ടെന്ന് കാണണം എന്നുള്ള രീതിയിലാണ് പോയത്. ഞങ്ങൾക്ക് 2-3 ദിവസം ഞങ്ങളെ ഇതുള്ളായിരുന്നു, ലിമിറ്റ് ഉള്ളായിരുന്നു. മാക്സിമം പോയി കഴിഞ്ഞാൽ 4 ദിവസം. ഞങ്ങള് മൊത്തം 9 ആളിട്ടുണ്ടായിരുന്നു പരിചയം. ഞങ്ങൾ 2 ആളൊക്കെ, ബാക്കിയെല്ലാം ഞങ്ങൾ പരിചയപ്പെട്ടാണ്. റൂമിൽ 3 ആൾ വെച്ചേ, ഒരു റൂമിൽ 3 ആൾ വെച്ചിട്ട് എത്ര 1000 രൂപ. ഞങ്ങള് 300 സംതിങ്. ഞങ്ങള് 3 ദിവസം സ്റ്റേ ചെയ്തില്ല. ഞങ്ങള് 3 ദിവസം സ്റ്റേ ചെയ്ത് സംഭവം ഞങ്ങള് കസോള് കട്ട് ചെയ്തിട്ടാട്ടോ, കസോള് പോകാൻ പറ്റിയില്ല. കസോളില് പിന്നെ ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് ആണ് നമ്മള് ക്യാൻസൽ ചെയ്ത് റൂം പോയി സെറ്റായി. അന്ന് ഉച്ചക്കായി ഇറങ്ങിയപ്പോ അല്ലെ, ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങി. നമ്മള് സ്കൂട്ടി റെന്റിന് എടുത്തിന്ന്. സ്കൂട്ടിക്ക് എത്ര 500 രൂപ വന്ന്. സ്കൂട്ടിക്ക് 500. ഞങ്ങൾ 2 കൂടി ഒരു സ്കൂട്ടി എടുത്തത്. പിന്നെ ബൈക്കൊക്കെ ഉണ്ട്. ബൈക്കിന് ഹിമാലയ എല്ലാ ബൈക്കും ഉണ്ട്. GS ഒക്കെ ഉണ്ട് BM-ന്റെ. അപ്പൊ അത് ഇതിനൊക്കെ ഹിമാലയന് 1100. 1100. ഞങ്ങള് ബഡ്ജറ്റ് ചുരുക്കി പോയോണ്ട് ഓടിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പൊ ഞാൻ അടുത്ത പോക്കിന് സെറ്റാക്കും. അവിടെ നന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം സരോജിനി ജോഗിനി വാട്ടർഫാൾസ് പോയി. സംഭവം നൈസ് ആയിരുന്നു, അടിപൊളി എണ്ണാൻ കാഴ്ച സ്ഥലമായിരുന്നു. അത് കയറാൻ വേണ്ടി പകുതി എത്തിയപ്പോ കുറെ പേര് ക്ഷീണായിട്ട് വയ്യാടിയാണെന്നൊക്കെ പറഞ്ഞ്. അതെ അതെ ഞാനടക്കം ആകെ തളർന്നൊക്കെ പോയിരുന്നു. പക്ഷെ കേറി കഴിഞ്ഞപ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്, അത് വല്ലാത്ത ഫീലാണ്. അത് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അത്രയും കേറിയതിന്റെ ഒരു ക്ഷീണം നമുക്ക് ആ ടോപ്പിലെത്തുമ്പോ ഒന്നും ഉണ്ടാവില്ല. അവിടെ എത്തിയാൽ നമുക്ക് ഫുൾ എനർജി സെറ്റ് പൊളി. നല്ല തണുപ്പും വെള്ളത്തിൽ കാല് വെച്ചിട്ട് അത് ആലോചിക്കാൻ വയ്യ. അതിന്റെ വീഡിയോ എടുത്തുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വോയിസ് ഒക്കെ വേറെ രീതിയിൽ എന്റെ പുറത്തേക്ക് രീതിയിലൊക്കെ പോകും. അപ്പൊ അന്ന് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇറങ്ങിയപ്പോ തന്നെ രാത്രിയായില്ലേ, രാത്രിയായി. അപ്പൊ രാത്രിയായപ്പോ പിന്നെ നമ്മള് നേരെ റൂമിൽ പോയി. പിന്നെ ജോഗിനി വാട്ടർഫാൾസ് പോവാണെങ്കിൽ അവിടെ പാർക്കിങ്ങിന് അവിടെ ഫീസ് വാങ്ങുന്നത്. അവിടെ 40 രൂപ ഉണ്ടായില്ലേ, 40 രൂപ ഫീസ് ഉണ്ട്. അത് നോക്കുക. എല്ലാം റോഡ് സൈഡിൽ നിർത്താൻ പറ്റും തോന്നുന്നു. കുറച്ച് ബാക്ക് പോയി നിർത്തിയാണെങ്കിൽ 40 രൂപ കൊടുത്ത് നിർത്തിണ്ടാവും നന്നാവുക. സേഫ് അല്ലേ, ഹെൽമെറ്റ് ഒക്കെ സേഫ് അതാവും തോന്നുന്നുണ്ട്. അവിടെ ശരിക്കും ഒരു ദിവസം ആസ്വദിച്ച് നടക്കാറുണ്ട് അവിടെ ഒരു ദിവസം അല്ലെ. രാവിലെ കയറി കഴിഞ്ഞാല് രാവിലെ ഒരു 10 മണിക്കൊക്കെ, ഒരു 9 മണിക്കൊക്കെ കയറാൻ തുടങ്ങിയാൽ ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേന് മേലെ എത്തൂലേ. ആൾക്കാര് കയറുന്ന അനുസരിച്ചിരിക്കട്ടാ അല്ലേ, അതങ്ങനെ ഉണ്ട്. കയറുന്ന അനുസരിച്ചിരിക്കും. പിന്നെ അവിടെ എത്തിയൊരു സുഖം, അവിടെ ഇറങ്ങാനൊന്നും തോന്നൂല. ഞങ്ങളന്ന് വൈകുന്നേരം ഇരുടായോണ്ട് ഇറങ്ങിയതാ. എല്ലാമ്പോഴെല്ലാം കുറെ നേരം നിൽക്കും. പിന്നെ അന്ന് ഇറങ്ങി നേരെ റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ച്. മാൾ റോഡിൽ ഫുഡ് ഭയങ്കര വിലയല്ലേ, അവിടെ നല്ല എക്സ്പെൻസ് ആണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മളല്ല നൂഡിൽസോ, പിന്നെ കേരള ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് കുറെ ഹോട്ടലൊക്കെ ഉണ്ട്. അവിടുന്ന് പിറ്റേ ദിവസം കഴിച്ച റൊട്ടിയൊക്കെ നന്നായി. സംഭവം നല്ല അടിപൊളി റൊട്ടിയും പനീർ കറിയില്ലേ, അത് നല്ല അടിപൊളി സാധനമായിരുന്നു. പക്ഷെ നല്ല വിലയാണ്. ബട്ടർ പനീറും പക്ഷെ നല്ല അടിപൊളി വിലയാണ്. അല്ലാതെ പൈസ അത് വലിയ ഒരു താല്പര്യമില്ലാത്തൊരു സാധനം. അവിടെ നല്ല നൈസ് സാധനം. പിന്നെ അവിടുത്തെ മോമോസ് നല്ല അത്യാവശ്യം സൈസും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. പിന്നെ 150 രൂപ കേട്ടോ മോമോസിന് അവിടെ. ഞങ്ങള് പോയപ്പോ അത്ര ഇനി കൂടുമെന്ന് അറിയില്ല. പിന്നെ വേറെ സാധനം ചെയ്യണം, സോഫ്റ്റിയാണ്. സോഫ്റ്റിൽ ആ വലിയ സാധനം ആ മോമോസിനെ പോലെ തന്നെ അവിടുത്തെ സ്പെഷ്യൽ സിഡു. ഹിമാചൽ പ്രദേശത്തെ ഒരു സ്പെഷ്യൽ ഡിഷ് ആണ്. സിഡു ആണോ സിഡു? സിഡു ആ പേര് ഓർമ്മ.
അപ്പൊ അത് നമ്മൾ അയച്ചായിരുന്നു. ഞങ്ങൾ ഒരു ദിവസത്തെ രാത്രി ഫുഡ് അതായിരുന്നു. പൈസ കുറയ്ക്കണല്ലോ നമ്മള്, അതിനത്ര 90. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഡ്രൈ ഫ്രൂട്ട്സ് അരച്ച് തേങ്ങ എന്തൊക്കെയോ ഉണ്ട്, സംഭവം ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം കഴിച്ചിരിക്കാം. ഒരാൾക്ക് സുഖം. മാൾ റോഡിൽ ഇറങ്ങി രാത്രി ഇറങ്ങി നടന്നത് ടീംസിനെ കണ്ട. അപ്പൊ ഇവരാണ് നമുക്ക് ചിലവര് രാത്രി മാത്രം വന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ അപ്പൊ ആ ഒരു ടൈമില് മാത്രം എല്ലാരും ഓപ്പൺ ആക്കിയിട്ട് പിന്നെ ഒരു ടൈം ക്ലോസ് ചെയ്ത്. അതേപോലെ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു 10 മണിക്ക് ശേഷമൊക്കെ ഈ ജാക്കറ്റ് ഡ്രസ് ഒക്കെ വിൽക്കാൻ വരുന്ന ചേച്ചിമാരുണ്ട്. എനിക്ക് നല്ല കുറവിനുള്ള നല്ല വില കുറവിന് നല്ല ജാക്കറ്റും നല്ല ഇതൊക്കെ കിട്ടും, വിന്റർ ക്ലോത്ത്സുകൾ കാര്യങ്ങൾ. ഞാനൊരു 300 രൂപയ്ക്ക് വാങ്ങി എന്റെ അക്കൗണ്ട് നോക്കിയ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ 300 രൂപ കിട്ടുമെന്നൊന്നും ആരും പറയില്ല അല്ലെ. ഞാൻ പറയും മണാലി പോയിട്ട് പെട്ടെന്ന് ഫോട്ടോ ഒക്കെ കാണുമ്പോ എന്തായാലും 500 ഒക്കെ പറയുന്നുണ്ടാവും അല്ലേ. അത്ര ഉള്ളത്. അത് 300 രൂപ കിട്ടി. അപ്പൊ അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങള് കഴിഞ്ഞു. അപ്പൊ അന്ന് അവിടെ കുറെ വായൊക്കെ നോക്കി നടന്നു. അപ്പൊ അന്നത്തെ കഴിഞ്ഞ് ദിവസം രാവിലെ നമ്മള് പോയത് നേരെ പോയത് അങ്ങോട്ടേന്ന് അട്ടൽ ടണല്. അവിടെ പോണ കുറെ സ്ഥലത്ത് നിർത്തി കാഴ്ചകളൊക്കെ കണ്ട്. ചങ്ങാലിയില് അവിടെ നമ്മള് വരുമ്പോഴാണ് ഞങ്ങൾ നിർത്തി. ഞങ്ങൾ നേരെ പോയ അട്ടൽ ടണല് പിടിച്ച് അട്ടൽ ടണലിൽ അവിടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത്. അവിടെ ഫോട്ടോ എടുത്തിരുന്ന ആൾക്കാരുണ്ട്. ഒരു ഫോട്ടോക്ക് 20 രൂപ. ഇതൊന്നും ഇല്ല, കുഴപ്പമില്ല. റോഡ് സൈഡിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കൊണ്ട് ചായക്ക് 30 രൂപയുടെ ഉത്തര ഉണ്ടാവുള്ളൂ. ഇത്ര ചായക്ക് 30 രൂപ. അവിടെ എല്ലായിടത്തും ഉണ്ട്. മറ്റേ ഫ്ലാസ്കിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ടണലിൽ കഴിഞ്ഞാൽ ബ്രിഡ്ജ് വരെ നമ്മള് പോയിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് കാശ്മീരിക്ക് ഒരു 280 കിലോമീറ്റർ അങ്ങനെ നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് പോയതല്ല. ജസ്റ്റ് മണാലി ഉണ്ട്. സംഭവം റോഡ് ട്രിപ്പ്. അട്ടൽ ടണൽ റോഡ് നൈസാണ്. ബൈക്ക് റൈഡ് തന്നെ സംഭവം നൈസാണ്. സ്പീഡ് ലിമിറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് നല്ല വണ്ടിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ സ്പീഡ് ലിമിറ്റ് ഇവ ഇങ്ങനെ സ്പീഡ് ലിമിറ്റ് പറയുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ തയ്ച്ചിട്ട് സ്കൂട്ടി ആണെങ്കിൽ ഒരു 100 വിട്ടിക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകും. കിട്ടിയ അത്രേ ഉള്ളൂ. അപ്പൊ സംഭവം പിന്നെ അവിടെ ഞങ്ങള് നേരെ റിട്ടേൺ അടിച്ച് വരുമ്പോ സലാം വാലി കയറി. അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നല്ല മാഗി കഴിച്ച്. സംഭവം മാഗി നല്ല കഴിച്ചിരുന്നില്ല. അവിടെ ഒരു അമ്മി മോളും നടത്തുന്ന ഇതുണ്ടായിരുന്നു. അവിടുന്ന് മാഗി കഴിച്ച് 30 രൂപ എന്തോ ഉള്ളു. നല്ലൊരു മാഗി. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരാള് പരിചയപ്പെട്ടു. നമ്മള് ബുള്ളറ്റ് എന്നൊരു മലയാളി. ഞങ്ങളൊരു ബുള്ളറ്റിലെ ഏട്ടനെ പരിചയപ്പെട്ടിരുന്നു. മൂപ്പര് ഇതേപോലെ IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ദുബായിൽ. അപ്പൊ ഒരു 15 ദിവസത്തെ ലീവിന് ഇവിടെ വരും. അപ്പൊ മൂപ്പര് പറഞ്ഞത് 5 ദിവസം ഫാമിലിനായിട്ടൊന്ന് കറങ്ങാൻ പോകും, ബാക്കി 10 ദിവസം ഞാൻ ഒറ്റയ്ക്ക് വരുന്നതാ ലാഭം. ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ്. മൂപ്പര് ബുള്ളറ്റ് ഇവിടെ വന്ന് രണ്ടിടത്ത് ഡൽഹി ഫസ്റ്റ് ഡൽഹിയിൽ വന്നിട്ട് മൂപ്പര് 2 ദിവസം ഡൽഹി ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ നേരെ മണാലി കയറിയിട്ടാണ്. മൂപ്പര് ഇങ്ങനെ ട്രക്കിങ് ചെയ്യാനും താല്പര്യമില്ല, വയ്യാന്ന് പറഞ്ഞു. അതായത് പ്രായമായി പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ മൂപ്പര് ബൈക്ക് റൈഡ് ഇങ്ങനെ ചെയ്യാ. മൂപ്പര് എൻജോയ് ചെയ്തിട്ട് മൂപ്പര് പാട്ടൊക്കെ കേട്ട് മൂപ്പര് വേറെ മൂഡ് ഫീലായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് കണ്ട് മൂപ്പര് പരിചയപ്പെട്ട് സന്തോഷം. അതിലൊക്കെ കഴിഞ്ഞ് വരുന്ന വഴി സോനാമലി കഴിഞ്ഞ് കുറച്ചുകൊണ്ട് വന്നാൽ തന്നെ മതി. ഒരു ആശ്രമം ഉണ്ട്. അങ്ങോട്ട് ഓഫ് റോഡാണ്. അങ്ങോട്ട് മറ്റേ ഓഫ് റോഡ് വണ്ടി സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനൊന്നും കയറില്ല. ഞങ്ങളെ സ്കൂട്ടി എടുത്ത് കയറി. അത് ആക്സസ് ചെയ്ത് ഫുള്ള്. ഞാൻ വിചാരിച്ച് അവിടുന്ന് പകുതി ഇവരെ ഇറക്കാനുള്ള പരിപാടിയാണ്, ഇങ്ങനെ പോരുണ്ടാവില്ലാന്ന് വിചാരിച്ചു. ഇവരങ്ങ് പോണ് കണ്ടപ്പോ പിന്നെ മൂടായി. പിന്നെ സ്കൂട്ടി ഓഫ് റോഡ് നൈസ്, ഒരു സീനും ഇല്ല. കൊറേ പേര് അത്യാവശ്യം ഡബിൾ വെച്ച് കയറി. സ്കൂട്ടി ഒരു സീനും ഇല്ല, നൈസായിട്ട് പോയി കയറി. അത് ആക്സസ് വേറെ പവർ മോഡ് തന്നെ. എന്നിട്ട് അതിൽ കയറി മേലെ അവിടെ എത്തി. ചെരുപ്പ് വെച്ചിട്ട് അവിടെ കയറണം. അപ്പൊ അങ്ങനൊക്കെ ചെരുപ്പ് വെച്ചിട്ട് പിന്നെ കാലം നിലത്തേക്കാൻ പറ്റണില്ല. എനിക്കെന്താന്ന് അറിയില്ല, എനിക്കാകെ കിളി പോയോണ്ട് തണുക്കണില്ല, ഒന്നുമില്ല. വേറെ എന്തൊക്കെയോ ഒരു ലോകത്തേന്ന് നമ്മളാ ഒരു വെള്ളം വീണ സൗണ്ടും. പിന്നെ അങ്ങനെ പോയി മേലെ കയറി. സംഭവം ശരിക്കും പകല് കാണണം. അത് രാത്രി കാണുമ്പോ ഞങ്ങള് കൊറേ ഫ്ലാഷ് ഒക്കെ അടിച്ചോണ്ട് വേറൊരു രസത്തില് കണ്ട്. രാത്രി റിവ്യൂവിൽ അങ്ങനെ കണ്ട്. പിന്നെ ഞാന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ട്. അപ്പോഴാണ് ഞാൻ ഇതിന്റെ ഇത്ര സംഭവം. ഞങ്ങളിത് എത്തിയപ്പോ എന്താ പറയാ, നടുവില് സെന്ററിൽ ഒരു ശിവലിംഗം. അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ വേലി കെട്ടിക്കണം, അതിന് സെന്ററിൽ പോകാൻ പറ്റില്ല. വെള്ളം ഇങ്ങനെ വീണു. പക്ഷെ അത് എവിടുന്നാണെന്ന് മനസ്സിലാവില്ല. പക്ഷെ അത് മേലേക്ക് ഞങ്ങള് ഫ്ലാഷ് അടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്
ആന്റോ മോനെ അത് വല്ലാത്തൊരു സംഭവം ഫീല് സ്ഥലമാണത്. അതായത് കറക്റ്റ് സെന്ററിന്ന് വെള്ളം വീഴും, കറക്റ്റ് ശിവലിംഗത്തിന്റെ നടുവിക്ക്. അതാ നമ്മളാ മേലെ നിന്നുള്ള ഇത് കാണണം, പകല് കാണുമ്പോ വേറെ സംഭവം സെറ്റ് സ്ഥലമാവും. അപ്പൊ അങ്ങനെ അവളെ കണ്ട് പിന്നെ നമ്മള് നേരെ പോയി ഓൾഡ് മണാലി പോയി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ കറങ്ങി. സംഭവം എന്താ, എണ്ണ അടിച്ചത് തീരുന്നില്ല. നമ്മള് മൈലേജ് ഉണ്ടാവണമെന്ന് വിചാരിക്കുമ്പോ മൈലേജ് ഉണ്ടാവില്ല. ഇത് മൈലേജ് ഉണ്ടാവണ്ടെന്ന് വിചാരിക്കുമ്പോ പെരും മൈലേജും. ഇത് കട്ട തീരുന്നില്ല. അപ്പൊ ഒരു സമാധാനം ചെല്ലത് നമ്മളെ എണ്ണ അടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളെ ബഡ്ജറ്റും കഴിഞ്ഞു തുടങ്ങിക്കണം. മിക്കവാറും നാളെ വണ്ടി ഇല്ലാതെ കുറച്ച് കണ്ട് സ്ഥലങ്ങൾ കണ്ടിട്ട് വിടണമെന്നുള്ള പരിപാടിയാണ്. അങ്ങനെ ഓൾഡ് മണാലി ഫുള്ള് കണ്ട് കുറെ ഏതൊക്കെയോ റൂട്ടിൽ കൂടെ പോയി. അത് നമ്മ രസമായിരുന്നു. കൊറേ ബൈക്കേഴ്സ് ഇങ്ങനെ പോണ്ട്, 4 ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് സംഭവം രസമായിരുന്നു. അത് ഇങ്ങനെ കൊറേ ബൈക്ക് പോകുമ്പോ ഒരു ഫീലാണല്ലോ കാണാൻ. മലയാളീസ് കെയിൽ ബുള്ളറ്റ് പോണ്ട്, അതൊക്കെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ നമ്മളെ ആൾക്കാര് എല്ലതും ഉണ്ട്. അങ്ങനെ നേരെ പിന്നെ സ്കൂട്ടി കൊണ്ടൊക്കെ എടുത്ത് സീനൊന്നും. പിന്നെ സ്കൂട്ടി എടുക്കാൻ ശ്രദ്ധിക്കുക, എടുക്കുമ്പോ തന്നെ ഫുള്ള് വണ്ടീന്റെ മൊത്തം ചെക്ക് ചെയ്യുക. അതായത് ഫ്രണ്ട് ടയർ ബാക്ക് ടയർ സ്ക്രാച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് ഫുള്ള് ഒരു വീഡിയോ എടുത്ത് വെക്കല്ലേ, അത് നന്നാവും. ഒരു വീഡിയോ എടുത്ത് വെക്കാൻ നന്നാവും. പിന്നെ മൊത്തത്തിലൊരു വീഡിയോ എടുത്ത് വെക്കുക. എന്നിട്ട് അഥവാ നമ്മൾ കൊടുക്കുമ്പോ ചെറിയ ആദ്യം ഉള്ളതാണെങ്കിലും ഒരു പറഞ്ഞാലോ നമ്മളെ പറ്റിയാൽ അത് വലിയൊരു പണിയാവും. അതിനെക്കൊണ്ട് ഫുള്ള് വീഡിയോ എക്സ്ട്രാ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതിന് വെറുതെ ഒരു ഇതിന് പുറത്ത് നിൽക്കണ്ടല്ലോ. അപ്പൊ ഞങ്ങളാദ്യം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു. ഞങ്ങള് ഹോട്ടൽ ടൗണിൽ പോയി നിന്നില്ല. അന്ന് ഞങ്ങള് കാര്യമായിട്ട് കഴിച്ചാ പോകുമ്പോ ഒരു ചെറിയ സാൻഡ്വിച്ച് കഴിച്ചു. അത് ഒരു സാൻഡ്വിച്ച് ഞങ്ങൾ വാങ്ങിയത്, ഞങ്ങൾക്ക് 2 കൂടി. മറ്റേതെല്ലാരും കാര്യമായിട്ട് കഴിച്ച് ഞങ്ങൾക്ക് പൈസ ഇഞ്ചൊരു കിടക്കും, പക്ഷെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം. അതായത് നമ്മളെ മെയിൻ. അപ്പൊ ഒരു സാൻഡ്വിച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ച് അങ്ങനെ പോയി. പിന്നെ ചായയും പിന്നെ പൊരിന്റെ ചെറിയ 30 രൂപേന്റെ പൊരിയും ഇതൊക്കെ, ഉള്ളി സവാള എന്തൊക്കെ ഇട്ടിട്ട് അതന്നെയാണ് അവിടുത്തെ മെയിൻ. എല്ലാ സ്ഥലത്തും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അത് ഇവിടെ ഡൽഹിയിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതും കഴിച്ച് അമ്മ ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന്. നമ്മളിങ്ങനെ കാഴ്ചകളാകുമ്പോ നമുക്ക് വിശപ്പൊന്നും ഇല്ല. സത്യം പറഞ്ഞാല് നമ്മൾ ആ കാര്യത്തിൽ ഇങ്ങനെ ബൈക്കൊക്കെ ഓടിച്ച് സത്യം പറഞ്ഞ എനിക്ക് വന്നിട്ട് ചേട്ടാ ഇവരുണ്ടെന്ന് ഇപ്പഴാ ഞാൻ ഇവനെ ഒടുക്കത്തെ വിശപ്പാണ്. ഇവൻ ചിലവര് എത്ര കഴിച്ചാലും തടിക്കൂല, അങ്ങനത്തെ ഒരാളാണിത്. ഞാനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പ കാണാം വയറും ചാടി. ഭയങ്കര ഇവനെ അസൂയുള്ള കാര്യമാണ്. ഇപ്പൊ എത്ര കഴിച്ചാലും തടിക്കൂല. ഭാഗ്യം നല്ലതല്ല. ഇത് അത്ര കഴിക്കുന്ന നമ്മൾ നല്ലതല്ല. അതിനെ കൊണ്ട് അങ്ങനെ വിചാരിച്ച് നമ്മള് സമാധാനിപ്പിക്കാം. സങ്കടം ഉണ്ട്, പക്ഷെ നമ്മളങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങള് നേരെ ബൈക്ക് സ്കൂട്ടി കൊടുത്ത് അന്ന് പോയി കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മള് കറങ്ങാറിയില്ല. രാത്രി മാൾ റോഡ് കറങ്ങാറിങ്ങി. മാൾ റോഡ് കുറെ കാണാനുണ്ട്, കുറെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒക്കത്തിന് ഭയങ്കര വിലയാണ്. നമ്മള് വാങ്ങിയത് മണാലിന്ന് എഴുതിയൊരു മണാലിന്ന് എഴുതിയൊരു ഇത് വാങ്ങിയ. പിന്നെ എല്ലാരും ഇവിടെ പോയ ഓർമ്മക്ക് പിന്നെ നമ്മള് ഫ്രീ ആയിട്ട് കിട്ടിയത് കുറച്ച് കല്ലൊക്കെ എടുത്തി. ഞങ്ങള് ജോഗി വാട്ടർഫോളിന്ന് കല്ല് എടുത്തിരുന്ന്, അതേപോലെ കുറച്ച് കല്ലൊക്കെ എടുത്ത് ഓർമ്മക്ക് സ്റ്റോൺ കളക്ഷൻ. അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങള് പോകുന്ന പിറ്റേസായില്ല. പിറ്റേസം ഞങ്ങള് അന്ന് ഫുള്ള് മാൾ റോഡും ഫുള്ള് ഷോപ്സും കയറി അതിന്റെ ഇടവഴി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോയി. എല്ലായിടത്തേക്കും പോയി. റൂംസ് നമുക്ക് നല്ലോണം ജസ്റ്റ് ഒന്ന് ആയിക്കോടി നടന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ല. പിന്നെ മറ്റേ ഓൺലൈനിലുള്ള 350 അതൊക്കെ ശരിക്കും ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാല് ഇപ്പൊ പാക്കേജ് ഒന്നും എടുക്കാത്ത നല്ലത് അല്ലേ. പിന്നെ അങ്ങനത്തെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ മടിയുള്ള ആൾക്കാരെ, പറ്റാത്ത ആൾക്കാരൊക്കെ ശരിക്കും പാക്കേജ്. നമ്മളവിടെ പോയപ്പോ പാക്കേജ് എടുത്ത് വന്നവരെ കുറച്ച് കണ്ടിരുന്നു. 2 ചെക്കന്മാരല്ലേ ഒരു പാക്കേജ് എടുത്ത് വന്നിട്ട് അവരാണ് നമുക്ക് ഈ സിഡു ഫുഡ് സിഡുവിന്റെ ഇതാണ് ഇവിടുത്തെ കാര്യമായിട്ടുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞത്. മെയിൻ സ്പെഷ്യൽ ഇതാണ്. ഓരോ പാക്കേജ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ വന്നത് സംഭവം. ഒരു ഞങ്ങളോട് അസൂയും തോന്നുക. സംഭവം ഒരു പാക്കേജ് എടുത്ത് 7000 രൂപ 2 ദിവസത്തിനാണ്. 3 ദിവസത്തിനല്ലേ. 3 ദിവസത്തിന് ഫുഡ് രാവിലത്തെ ഇന്നലെ അങ്ങനെ എന്തോ ഉള്ളു. ഫുൾ ടൈം ഒന്നും ഇല്ല, ഫുഡില്ല. പിന്നെന്താ ഓരേതൊക്കെയോ വണ്ടി തന്നെ കൊണ്ടുപോയി സ്ഥലം കാണിച്ചു കൊടുത്ത് അവർക്ക് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ. അതായത് നമ്മള് സ്ഥലം കാണാൻ പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മള് ഫ്രീ ആയിട്ട് പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യും. ശരിക്കും അതാണ് വേണ്ടത്.
ഇത് നമ്മള് സ്കൂളിൽ നിന്നൊക്കെയാണെങ്കിൽ പിന്നെ അത് വേറൊരു രസം ഉണ്ടാവും. ചങ്ങായിമാരല്ല അത് അന്നത്തെ വേറൊരു വൈബ്. അത് വേറൊരു വൈബോ. പക്ഷെ ഇത് ഇങ്ങനെ പോകുമ്പോ വേറൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ ഫാമിലി ആയിട്ട് പോകുമ്പോ പാക്കേജ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം കൊറേ ആൾക്കാരുണ്ടാവും, വണ്ടി വിളിക്കുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾക്ക് കുറച്ചൊരു അത്യാവശ്യം കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ വലിയ തിരക്കടൊന്നും ഇല്ല. കുറച്ച് അന്വേഷിച്ചാ മതി, സംഭവം അതാവും നന്നാവും. നമ്മള് ഫസ്റ്റ് ടൈം പോകുമ്പോ എല്ലാവർക്കും ഒരു തപ്പിപ്പഴം ഉണ്ടാവും. ആർക്കായാലും ഉണ്ടാവും, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞങ്ങള് ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറയുന്നത് പോയി വന്നോണ്ടാണല്ലോ. അപ്പൊ അങ്ങനെ പോണവര് അവിടെ പോയി ചെക്കന്മാരെ കാണിച്ചാല് അവിടെ പോയി കഴിഞ്ഞാല് ബൈക്കാ അതെന്തെങ്കിലുമൊക്കെ റെന്റ് എടുക്കുക. റെന്റിന് എടുത്തിട്ട് റൂമൊക്കെ അന്വേഷിക്കുക. പിന്നെ കൊറേ സമയം അങ്ങനത്തെ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഈ ടെന്റ് ഉണ്ടെങ്കിൽ ടെന്റ് അടിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ബൈക്ക് മാത്രം റെന്റ് എടുത്താൽ മതി. എന്ന് വെച്ചാൽ റൂം നമുക്ക് ലാഭിക്കാം. അതേപോലെ എന്താണ് മറ്റേ ഓൺലൈൻ ബുക്കിങ്ങിൽ നോക്കിയിട്ട് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനത്തെ റൂം സെറ്റ് ആണോ, ഈ പൈസ കിട്ടുമോ നോക്കാം. പക്ഷെ ഞങ്ങൾക്കങ്ങനെ നോക്കാൻ പറ്റില്ല. ലാസ്റ്റ് ദിവസം ഞങ്ങള് സിഡ് കഴിച്ചേട്ടാ. ഒറ്റ സിഡുമ്പനാണ് നിന്ന് ഞങ്ങള്. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിയത്, അന്ന് പോകുമ്പോ വാങ്ങിയ ബിസ്ക്കറ്റ്. കുഞ്ഞു കുഞ്ഞു ഗുലാബ് ജാമുകൾ. ഗുലാബ് ജാം 50 റുപ്യക്ക് പൈസ അനുസരിച്ചിട്ടോ 100 അത്രയൊക്കെ കണ്ടു തോന്നുന്നു. ചെറിയൊരുണ്ടാ വലിയൊരു ബോട്ടീന്റെ അത്ര ഉണ്ടാവും. പിന്നെ ടേസ്റ്റ് ഉണ്ട്, തിരക്കടില്ല. മാൾ റോഡാണ് ഒരു മെയിൻ ടൗണ്. ഫുഡും പിന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ ഉള്ളതില്ല. പിന്നെ ഡ്രസ് ഒക്കെ ഓൾഡ് മണാലി ആ ഭാഗത്തേക്ക് പോയി നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വില കേട്ടോ, ഡ്രസ്സിനൊക്കെ നല്ല വില തന്നെയാണ്. വിചാരിച്ചാൽ വില ഓർമ്മൊന്നുമില്ല. പിന്നെ നല്ല ഫർണിച്ചർ, മരം കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളും ഇതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. നല്ല പേരും വിലയാണ്, ആയിരങ്ങളാണ്. പക്ഷെ അല്ല അതിലുള്ള സാധനം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ടിബറ്റൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഇത് കണ്ട് അങ്ങനെ അവിടെ ഇറങ്ങി നോക്കിയപ്പോ നല്ലൊരു പൈസ പറഞ്ഞപ്പോ നമ്മള് നല്ലോണം കണ്ടിട്ട് തിരിച്ചു പോകും. ഞങ്ങൾ എല്ലായിടത്തും കയറി ഇറങ്ങി, ഫുൾ എല്ലായിടത്തും പൈസ ചോദിച്ചു. നമുക്ക് അറിഞ്ഞിരിക്കാലോ. ലാസ്റ്റ് ദിവസം ഇതായിരുന്നു പരിപാടി. എല്ലായിടത്തും പോയി ഇറങ്ങുക. പിന്നെ ലാസ്റ്റ് അതിന്റെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട്. ആ പാർക്കിലും കയറി അവിടെ ഫുള്ള് കണ്ട് അവിടെ വിശ്രമിക്കുകയൊക്കെ ചെയ്യാം. അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു കുളമായി ഇതാക്കിയിട്ട് അതിന്റെ ബോട്ടിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അവിടെ പോയി ഇങ്ങനെ മെയിൻ ആയിട്ട് ഇരിക്കാ, ഒരു വൈബിൽ ഇങ്ങനെ ഇരിക്കാ. റാബിറ്റ് ആണ് അത്. അവിടെ വളർത്തണ നല്ല തൊപ്പൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അത് ഫോട്ടോ എടുക്കാൻ 20 റുപ്യ അല്ലേ, ഒരു ഫോട്ടോ എടുക്കാൻ 20 റുപ്യ. അത് അവിടെ മെയിൻ ആയിട്ട് കുറെ ആൾക്കാർ, സ്ത്രീകളും ആണുങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളൊരു മണാലി വിശേഷങ്ങൾ അല്ലേ. ഞങ്ങൾ ആപ്പിള് വാങ്ങിയെന്ന് പറഞ്ഞില്ല. ആപ്പിള് വാങ്ങി ഞങ്ങള് ബസ്സിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കോ ആപ്പിളിന്റെ കാര്യം ഏകദേശം ഒരു കറുപ്പ് വന്ന് ഒരു ഇതിലായിരുന്നു. അങ്ങനെ ഇവിടെ നെയ്മ് വാങ്ങിയ ഒരു ആപ്പിൾ ഉണ്ട് അറിയില്ല. നെയ്മ് വാങ്ങിയ ആപ്പിൾ ഞങ്ങള് ഒരാഴ്ച വെച്ച്, നമ്മള് മണാലി പോണേനോ കുറെ മുമ്പ് വെച്ചതാ. അങ്ങനെ വെച്ച് ഒരു ദിവസം ഞാൻ ഈ ആപ്പിൾ കണ്ട് ഞാൻ എടുത്തു നോക്കിയപ്പോ ഒന്നും പറ്റിയിട്ടില്ല, അതേപോലെ തന്നെ സംഭവം. മരുന്നിന്റെ പവർ അപ്പോഴാണ് മനസ്സിലായത്. അതായത് അവിടെ നാച്ചുറൽ ആണ്, ഒന്നും അടിക്കണില്ല. മരത്തമെന്ന് പറക്കുന്നത് കൊണ്ടുവന്ന് വെച്ച് വിൽക്കണം. കൂടിപ്പോയ ഒരു ദിവസം ആപ്പിളിന്റെ കാലാവധി. ഇത് മരുന്ന് വലിയ പ്രശ്നമാണ്. ഞങ്ങള് റൂം എടുത്ത കാലത്ത് ഞാൻ താഴത്തേക്ക് നോക്കിയപ്പോ ചെങ്ങായിണ്ട്. അവിടെ ചെറിയ ചെറിയ വീടുകളാവില്ല. അപ്പൊ ആ വീട്ടിന്റെ ഷീറ്റിന്റെ മേലെ കയറിയിട്ടുണ്ട്. ഒരുത്തന്നെ എന്തോ പറിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിലെ തക്കാളിയായിട്ട് പറിക്കണം, കറി വയ്ക്കാനുള്ളതല്ല. പിന്നെ മനസ്സിലായത് ഇത് സംഭവം ഇതാണത്. പല 2-3 ഐറ്റം സാധനങ്ങൾ. ആപ്പിൾ അല്ലാതെ വേറൊരു സാധനം ഉണ്ട് വലുത്. അത് പറിച്ചപ്പോ ബക്കറ്റിലാക്കിയിട്ട് ബക്കറ്റിന്റെ പകുതിയോളം ഉണ്ട്. അതുകൊണ്ട് വിൽക്കുന്നുണ്ട്. സംഭവം ഇപ്പോഴാണ് മനസ്സിലായത്. അവിടെ റെന്റിനൊക്കെ ഇഷ്ടം പോലെ കിട്ടാണ്ട് കേട്ടോ. ചറ പറ എല്ലാവർക്കും കുറെ ഉണ്ട്. പിന്നെ മദ്യം കഴിക്കുന്നവർക്ക് മദ്യം ഉണ്ട്. മാൾ റോഡിന്റെ കുറച്ചപ്പുറം നമ്മൾ ഫസ്റ്റ് പോയ ഹോട്ടലിന്റെ ആ ഭാഗത്ത് കയറുന്നോട്ടുണ്ട്. ലാസ്റ്റ് ബസ് കയറി നമ്മള് ഇറങ്ങിയോട്ടുന്ന് തന്നെയാണ് ഞങ്ങൾ കയറിയത്. അത് ഞാൻ വിചാരിച്ചാൽ അടിപൊളി ബസ്സാണ് കിട്ടിയത്. വോൾവോ പുതിയ 9600 അതായിരുന്നു. എൻജോയ് ചെയ്ത് ഞാനൊരു ബസ് ഭ്രാന്തനായതുകൊണ്ട് എനിക്കത് വല്ലാത്തൊരു സന്തോഷമാണ്. ഇങ്ങനത്തെ ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ വല്ലാത്തൊരു ഫീലാണ്. അത് കേറി നല്ല അടിപൊളി, നല്ല സെറ്റ്, നല്ല ലക്ഷറി അല്ലേ. ഞങ്ങൾ ഏറ്റവും ബാക്കിലായതുകൊണ്ട് ഞങ്ങളെ തൈ സപ്പോർട്ടിന്റെ സാധനം ഉണ്ടാവില്ല. പക്ഷെ അത്
മുന്നിലുള്ള സീറ്റിലൊക്കെ വരും. ഞങ്ങളെ ഏറ്റവും തൈ സപ്പോർട്ടുള്ള സീറ്റുകൾ കിട്ടും. അതിന് നമ്മള് എക്സ്ട്രാ അത്യാവശ്യം പൈസ വരും. 1500 ഞങ്ങള് ചെയ്തതിന് 1000 സംതിങ് ആയി. ആദ്യം അങ്ങോട്ട് പോകുമ്പോ ചെയ്ത് 700 680 മണാലി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങളെ ഫണ്ടിന്റെ ഒരു ഇത് പറഞ്ഞുതരാം. ഇവിടുന്ന് പോകുമ്പോ നമ്മള് 650 രൂപന്റെ ഒരാൾക്ക് ചാർജ് ടിക്കറ്റ്. അതേപോലെ അവിടെ പോയിട്ടുള്ള റൂം 3 ദിവസം നിന്നത് ഒരാൾക്ക് 300 രൂപ വെച്ച് കൂട്ടാം. മൊത്തം ഒരു 4500 സംതിങ്. 4500. അതായത് ഇതിന് എല്ലാ എക്സ്പെൻസും പെട്ടിട്ടാട്ടോ. അതായത് ഞങ്ങൾ അവിടുന്ന് വാങ്ങിയ സാധനങ്ങള് എല്ലാം. ഞാൻ ഒരു ജാക്കറ്റ് വാങ്ങി. പിന്നെ അതായത് നമ്മള് മൊത്തം ഫുൾ അതായത് ഫുൾ എക്സ്പെൻസ്. അവിടെ ഞങ്ങൾ എന്തൊക്കെ മണാലി പോയിട്ട് എന്തൊക്കെ പൈസ കൊണ്ട് ചെയ്തോ ആ മൊത്തം അതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അപ്പൊ ഇനി ഇതിലും കുറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കാനുള്ളതൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങള് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും ഇന്ന് ബസ് എടുത്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. വൈകുന്നേരം ഒരു ബസ് കയറി കഴിഞ്ഞാൽ രാവിലെ എന്താ ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേനും എത്തും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് ബസ്സുകളുണ്ട്. പക്ഷെ അതൊക്കെ നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ബസ് എടുക്കണതിനെക്കാട്ടി നല്ലത് പ്രൈവറ്റ് ബസ് എടുക്കണതാണ്. അത്യാവശ്യം നല്ല ബസ്സും ഉണ്ടാവും, വലിയ ചാർജും ഇല്ല. ഞങ്ങള് സാധാ ഇങ്ങോട്ട് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പോയി നോക്കി. അത് ഈ വോൾവോ അല്ലാത്ത സാധാ ബസ് ഉണ്ട്. സാധാ ബസ് നമ്മളെ ടൗണിലൊക്കെ ഓടുന്ന സാധാ ബസ്സുകള് അവിടെ അന്ന് 1200 രൂപ പറഞ്ഞത്. ഞങ്ങൾ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. ഞങ്ങളോട് മലയാളത്തിലല്ലോ ഇങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾ വരുന്നുണ്ടോ അങ്ങനെ വെച്ചാൽ നാളെ പോയി ടിക്കറ്റ് എടുത്ത് എടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഓക്കെ ഏതാ ബസ് ഇത് അങ്ങനത്തെ ബസ് നോക്കിയാ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നേരെ മറ്റേ എടുത്തു. അതിനെക്കാട്ടി നല്ല മറ്റേ റെഡ് ബസ്സിൽ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ്. നല്ല ബസ്സും ഉണ്ട്, അത്യാവശ്യം നല്ല സുഖമായിട്ട് കിടന്നു പറയാം. ഇപ്പൊ വരുമ്പോ ഉള്ളതില് നമുക്ക് പുതപ്പുണ്ടാവും. അപ്പൊ മൊത്തം ഞങ്ങൾക്ക് ആയത് അവിടെ നിന്ന് ഒരു 5 മണി 6 മണി ആയിണ്ടാവും അല്ലെ. 6 മണിക്ക് ശേഷം എടുത്ത് 6 മണിക്ക് ശേഷം എടുത്ത് ഇവിടെ രാവിലെ ഒരു 5 മണി ആയപ്പോ എത്തിയില്ലേ. വേറൊരു കോമഡി ഉണ്ട്. എന്തുവാ നമ്മളെ കല്ല് ഞങ്ങള് അവിടുന്ന് ഓരോ സ്ഥലത്ത് പോയപ്പോ കല്ല് ഓർമ്മകൾക്ക് വേണ്ടി ഞങ്ങള് കല്ല് പെറുക്കിയിരുന്നു. ഇവന്റെ ബാഗിൽ കുറച്ച് കല്ലുണ്ട്, ഇന്റെ ബാഗിൽ കുറച്ച് കല്ലുണ്ട്. ബസ് ഇങ്ങനെ വരുന്ന വഴി ഞങ്ങള് ചെറുതായി ഉറക്കം തുടങ്ങിയിരിക്കണം. മണാലി ആ ഒരു കസോള് ഭാഗത്ത് പോണ കൊണ്ട് ഇവര് ചെക്കിങ് നല്ലോണം ഉണ്ടായി. അങ്ങനെ ഇവര് വന്ന് ഫസ്റ്റ് ഏറ്റവും ബസ്സിന്റെ ബേക്ക് മാത്രമേ ചെക്ക് ചെയ്യുന്നത്. ഇവരെന്തോ സീനായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടിയെന്നുള്ള സിനിമയിലെ കാണാതെ കറക്റ്റ് രീതി ഉണ്ടാവും അന്ന്. അതായത് ഒരാളെ വന്ന് ഫോക്കസ് ചെയ്ത് കണ്ട് സംസാരിക്കും. അപ്പൊ മുന്നത്തെ സീറ്റിന്റെ കുറച്ചപ്പുറത്തൊരു പ്രായം കുറച്ച് ഒരു 10-50 വയസ്സായ ആളുണ്ട്. ഞാൻ മൂപ്പരോട് വന്നങ്ങാണ്ട് നേരിട്ട് വന്നങ്ങാണ്ട് മൂപ്പരോട് പോലീസ് സംസാരിക്കും. ഞാൻ ചെയ്യാതെ തീവ്രവാദി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആളെ പെട്ട് പോകാനാ നമുക്ക് എന്റെ പേടിയൊക്കെ. അപ്പൊ ഇയാളോട് എവിടെ വർക്ക് ചെയ്യണ ചോദിച്ചു. SBI-ലാണെന്ന്. അപ്പൊ സമാധാനമൊക്കെ എങ്ങനെ ഏകദേശം അപ്പൊ സീനൊന്നും ചെയ്യാൻ. അപ്പൊ മൂപ്പര് ബാഗ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ മൂപ്പര് ബാഗ് എടുത്ത് സെർച്ച് ചെയ്ത അപ്പൊ പിന്നെ എല്ലാരോടും ചോദിക്കാൻ ഞങ്ങൾ എടുത്തുള്ളവരോടും ചോദിച്ചില്ല. ഞങ്ങൾ ആ ബാക്ക് സീറ്റ് ആ ടൈമിൽ ഇരുന്നത് ഫുള്ള് മലയാളീസ്. നമ്മള് രണ്ടാൾക്കും ബാഗൊക്കെ ഉള്ളത് കാര്യമായിട്ട്. അപ്പൊ ഞങ്ങളത് ചോദിച്ച് ഞങ്ങളുടെ ഞാൻ ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു കല്ലൊക്കെ കണ്ട് സീനാകുന്നത്. കല്ലൊക്കെ കണ്ട് സീനാകും. ബാഗ് ഇങ്ങോട്ട് എടുത്ത് ഫുള്ള് ഇവന്റെ എല്ലാ ഡ്രസ്സും വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇന്റെ ബാഗ് എടുത്ത് കല്ലെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്ത് തിരിച്ചു നോക്കി എന്നെ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റോക്ക് കളക്ഷൻ ബാഗ് വന്നിട്ട് നല്ല കഞ്ചാവ് അങ്ങനെ എന്തെങ്കിലൊക്കെ സീനാവും തോന്നുന്നുണ്ട്. നമ്മള് മുന്നേ ചെയ്യുന്നവര് പോലീസുകാര് പോയപ്പോ ഭയങ്കര ചിരിയും കളിയോ. അപ്പൊ ഞങ്ങക്ക് ഇത് സംഭവം എന്ത് ഇൻഫോർമേഷൻ കിട്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വന്ന പോലെ അല്ല. അങ്ങനെ എല്ലാരും ചെക്ക് ചെയ്യണല്ലോ. ബാക്കിൽ മാത്രമേ ചെക്ക് ചെയ്താൽ നമ്മളെ ഒരു ഇത് മാത്രമേ ചെക്ക് ചെയ്തത്. എന്ത് ഇൻഫോർമേഷൻ കിട്ടിയ പോലെയാണ് ഓര് വന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു മണാലി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇങ്ങനെ ഫസ്റ്റ് ടൈം പോകുമ്പോ ഞങ്ങൾക്ക് കിട്ടിയ അനുഭവമാണ് ഞങ്ങള് പങ്കുവെച്ചത്. ഇതിപ്പോ സംഭവം രസം ഉണ്ടോന്നൊന്നും അറിയില്ല. ഞങ്ങള് പറഞ്ഞു ഞങ്ങള് പോയൊരു അനുഭവം പറയാന്നുള്ളതുകൊണ്ട് എത്രയാണ് എക്സ്പെൻസ്. ഞങ്ങളൊരു 4,500 ആയിട്ടില്ല, 4 സംതിങ് 4,200 കൂട്ടാം.
400 കൂടുതലാണോന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ചെക്കിങ് ചെയ്ത് പോവാ, അതായത് ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും നല്ല അങ്ങനെ പോണ സീനൊന്നും ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് മാക്സിമം പൈസ കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ബസ്സിന് തന്നെയായി 1700 രൂപ ബസ്സിന് തന്നെ ആയി. പിന്നെ സ്കൂട്ടിക്ക് തന്നെ ആയി 500 രൂപ. ഒരാളാട്ടെ ഞങ്ങള് ഒരാൾക്ക് ഒരു ദിവസം സ്കൂട്ടിക്ക് 500 ഇപ്പൊ 2 ദിവസത്തിന് എടുത്തു കഴിഞ്ഞാൽ 1000 ആയി. ഇപ്പൊ ഞങ്ങൾ 2 ഡിവൈഡ് ചെയ്യുമ്പോ 500 ആയി. അപ്പൊ അങ്ങനെ തന്നെ 2000 സംതിങ് ആയി അല്ലേ, 2000. പിന്നെ ഞങ്ങള് ചായ കുടിച്ചതും പിന്നെ ഒരു ദിവസം ഞങ്ങൾ എക്സ്പെൻസ് ആയിട്ട് ഫുഡ് കഴിച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് അത്ര പൈസ ഒന്നും അറിയില്ലായിരുന്നു, അങ്ങനെ പോയതാണ്. 200 രൂപ എന്തോ ആയി. ഞങ്ങൾ അങ്ങനെ 200 രൂപ വരെ ഓരോ ആൾക്കാരുടെ ഫുഡിന് പോയി, ഒരു നേരത്തെ ഭക്ഷണത്തിന്. അതുകൊണ്ട് അത്ര കൂടിയതാണ്. അല്ലാതെ പിന്നെ ഞങ്ങൾ കുറെ സാധനങ്ങൾ വാങ്ങിയൊക്കെ പോയതാണ്. ഞാൻ ഒരു 500 രൂപയുടെ സാധനം വാങ്ങി അല്ലേ, 500 രൂപയുടെ സാധനം വാങ്ങി. ഇത്രയും പൈസ ഇല്ലാതെ അത്യാവശ്യം അടിപൊളിയായിട്ട് കറങ്ങാൻ അറിയുന്ന ആൾക്കാരുണ്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളൊരു മണാലി വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ ഒക്കെ ഉണ്ടാവുമ്പോൾ കാണാം. ഓക്കെ, ബൈ.